ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉണ്ണിമേരി വെച്ചൊരു വയനാടൻ ഫിഷ് കറിയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. ഉണ്ണിമേരിയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഒരു തക്കാളി, 2 പച്ചമുളക്, 15 കൊച്ചുള്ളി, കറിവേപ്പില, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിഴിപുളി വെള്ളത്തിലിട്ടതും തേങ്ങ അരമുറി തിരുമിയത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചു. പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവായും വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അത് ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ കൊച്ചുള്ളിയൊക്കെ വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കുക. പിഴിപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് പിഴിഞ്ഞ് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമ്മുടെ മീനിന്റെ കഷ്ണങ്ങൾ എത്രയുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. മീൻകറി നല്ലതുപോലെ തിളച്ചു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് വെക്കാം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് 2 വറ്റൽമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന 10 കൊച്ചുള്ളിയും ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. എന്നാലേ നമ്മൾ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസുകളും ഷോർട്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുത്തിരിക്കുകയാണ്. നമ്മുടെ വയനാടൻ ഫിഷ് കറി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ താളിച്ചെടുത്തിരിക്കുന്ന കടുകും കൊച്ചുള്ളിയും എല്ലാം കൂടി ആ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കടുകിന്റെയും ഉണ്ണിമേരിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ടല്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ വീടുകളിൽ ഉണ്ണിമേരി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിന്റെ അഭിപ്രായം പറയണം. വീഡിയോസ് കാണുന്നവർ മറക്കാതെ ലൈക്കും കമന്റും ചെയ്യണേ. ഇനി നമുക്ക് എരിക്കനുസരിച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വയനാടൻ ഫിഷ് കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.